LDFിന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം UDFിൻ്റെ പ്രവർത്തനം അത്ര മെച്ചമൊന്നും വരുന്നില്ല. പക്ഷേ ഇപ്പോൾ CPMനുള്ളിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിലെ കാര്യം സുധാകരനാണ്. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, അനുനയിപ്പിക്കാൻ ഒരുപാട് ശ്രമം നടക്കുന്നു, ഈ വാർത്തകളൊക്കെ വരുന്നു. സുധാകരൻ പോകരുതെന്ന് പറയാനായിട്ട് CS സുജാത വീട്ടിൽ വന്ന് കാണുന്നു. അപ്പുറത്ത് KK ശൈലജ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത മുഖം എന്ന് കരുതാവുന്ന ആളാണ്. അവരുടെ ഉറപ്പായിട്ട് സീറ്റ് മട്ടന്നൂരിൽ ജയിക്കുമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് UDFിന് ആധിപത്യമുള്ള പേരാവൂരിലേക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ശൈലജ ഒതുക്കുന്നു. ഇപ്പോൾ പാലക്കാട്ടേക്ക് നോക്കിയാൽ അവിടെ നിന്ന് ശശി പോകുന്നു, കണ്ണൂരിൽ ശശിക്ക് സീറ്റ് കൊടുക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ CPMനുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങളോ ആഭ്യന്തര കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകുന്നു. ഇത് പിണറായി വിജയനെ ബാധിക്കുന്നതാണോ MV ഗോവിന്ദനെ ബാധിക്കുന്നതാണോ എന്ന് പോലും നമുക്ക് സംശയമാണ്. ഇവിടെ MV ഗോവിന്ദൻ്റെ ഭാര്യ എന്നിട്ട് ഈ MV ഗോവിന്ദൻ മത്സരിച്ച ആ തളിപ്പറമ്പിൽ പകരം സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചും കഴിഞ്ഞു. CPMനുള്ളിൽ എന്താണ് നടക്കുന്നത്? CPM ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അധികാര മോഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കാണുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇത് CPM ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ ഈ ജനത്തിന് താല്പര്യമുള്ള ആൾക്കാരെ പാർട്ടി നിലനിർത്തി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. മനസ്സിലായിരുന്നു. അതിനകത്ത് ഉള്ളതാണ് ഈ KK ശൈലജയും അല്ലെങ്കിൽ സുധാകരനും ഒക്കെ. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനപ്രതിനിധിയുടെ റോളിൽ വളരെ കൃത്യമായിട്ട് അഭിനയിച്ച് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അഭിപ്രായം ഉണ്ടാക്കിയ ആളാണ് ഈ ശശി. ശശിയെ നിർത്തിയാൽ അവിടെ ജയിക്കും, അല്ലെങ്കിൽ CPMൻ്റെ ക്യാൻഡിഡേറ്റ് നിർത്തിയാൽ ജയിക്കുന്ന ഒരു അവസ്ഥ. വേറെ മറ്റ് ചില അഴിമതി ആരോപണങ്ങളും സ്ത്രീ വിഷയങ്ങളും അതൊക്കെ പാർട്ടി അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള. അപ്പം ഇതിനകത്ത് വരുന്നൊരു കുഴപ്പം, ഇവരെ എല്ലാം പറക്കാൻ വെളിയിൽ ആൾ നിൽക്കുക. ആരാ? ഒന്നെങ്കിൽ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ BJP ഇന്നലെ സുധാകരനെ സ്വാഗതം ചെയ്യുന്നു. ശശിയെ കോൺഗ്രസ് എടുത്തിരിക്കുന്നു. ജാഥയ്ക്കകത്ത് എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. VSൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ഈ കമ്മ്യൂണിസം കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാർത്ത കാണുന്നില്ലേ? അതിനകത്ത് ശരിയല്ലാത്ത അയാൾ കമ്മ്യൂണിസം കണ്ടുപിടിച്ചു, ശരിയല്ലാത്ത കമ്മ്യൂണിസത്തിനെ തിരുത്താൻ വേണ്ടി കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയാണെന്ന് പറയും. പിന്നെ നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ ആളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം അവരെല്ലാം അവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. അപ്പം ഇപ്പം ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ വെളിയിൽ മാധ്യമങ്ങൾക്കകത്തുള്ള പ്രചരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചിലരുടെ വേണ്ടി പാർട്ടിയെ കൊണ്ടുപോകുന്നു. പാർട്ടിക്കകത്ത് കൃത്യമായിട്ടുള്ള ആൾക്കാർ ഇരിക്കാൻ അനുവദിക്കുന്നില്ല, അവർക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണമാണ്. ഇതിനകത്ത് ഈ ശശി പോയപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ VSൻ്റെ പേഴ്സണൽ സെക്രട്ടറി പോയപ്പോഴും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പോയപ്പോഴൊന്നും ഗോവിന്ദ മാഷ് പോട്ടെ എന്ന്. പക്ഷെ സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സുധാകരൻ്റെ പുറകിൽ ഇപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്, കേന്ദ്ര നേതാക്കന്മാരുണ്ട്. നേരത്തെ നമ്മൾ MA ബേബി ദേശീയ സെക്രട്ടറി വന്ന് കണ്ടിട്ട് നേരത്തെ വിഷയം ഉണ്ടായപ്പോൾ ഇപ്പം തന്നെ ഇതിനകത്ത് ഞാൻ ചിരിച്ചത് ഇദ്ദേഹത്തെ കളിയാക്കിയല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നൊരവസ്ഥ വരുന്നു. നാളെ പിണറായി വിജയൻ ആലപ്പുഴ പോകുമ്പോൾ സുധാകരനെ കാണുമോ എന്ന് മാധ്യമങ്ങൾ ആശങ്ക കൂടി കാണുന്നു. അതായത് സുധാകരൻ പോയാൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അദ്ദേഹത്തിന് അത്തരത്തിൽ ഉള്ള ഇമേജ് ഉണ്ട്, അതുപോലെ തന്നെ ശൈലജയ്ക്കുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു മറുവശം കൂടെ പരിശോധിക്കണം. സുരാജിനെ പരിഗണിക്കണോ, ശൈലജയെ പരിഗണിക്കണോ, എവിടെ പരിഗണിക്കണം, എന്ത് ചെയ്യണം, അത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന പാർട്ടിക്കകത്ത. പക്ഷെ ഒരു കാര്യം നമ്മൾ മറുവശം കൂടി ഇത്രയും ചിന്തിക്കുമ്പോൾ സുരാജിനെ പരിഗണിക്കേണ്ടതല്ലേ, അയാൾ ക്ലീൻ ഇമേജ് ഉള്ള ആളല്ലേ, അയാളെ MLA ആക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ ശൈലജയെ പരിഗണിക്കേണ്ടതല്ലേ നോക്കുമ്പോൾ ഇതിനകത്ത് വേറെ കാര്യമുണ്ടല്ലോ. പാർട്ടിക്കകത്ത് നമ്മൾ ഇവരെയൊക്കെ അറിയുന്നത് ഇവർ MLA ആയിട്ട് വരാനും അല്ലെങ്കിൽ അത്തരത്തിൽ മന്ത്രിയാവാനും അത്തരത്തിൽ കാര്യങ്ങളിൽ ഇടപെടാനും സാധിക്കുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് ഇതിനെക്കാട്ടി നല്ല ആൾക്കാർ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. അല്ല RSS ആൾക്കാരെ തീരുമാനിക്കുന്നതിനും വരെ നമ്മൾ അറിയത്തില്ലെന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് എൻ്റെ KK ശൈലജ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ പ്രാവശ്യം മട്ടന്നൂരിലാണ് ജയിക്കുന്നത്. അവരവിടെ നിന്ന് 2 വട്ടവും ജയിക്കുന്നത്. സിനുവിനറിയാം മട്ടന്നൂർ സിനു പോയിന്നാ ജയിക്കും, ഞാൻ പോയിന്നാ ജയിക്കും, നമ്മുടെ നിരഞ്ജൻ പോയിന്നാ ജയിക്കും. അപ്പോൾ ആ CPMൻ്റെ കോട്ടയാണ്. CPM ഒരു മാക്രിയുടെ പുറത്ത് CPM എഴുതി വിട്ടി മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കും. അപ്പോൾ 2 വട്ടം അവരോട് ജയിക്കുന്നതും ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതും എന്ന് പറഞ്ഞാൽ CPMൻ്റെ കുത്തകയാണ്. ഇപ്പം ഏതൊരു പാർട്ടി ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കും. ധർമ്മടത്ത് എന്തിനാ? ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടാണോ? അല്ല, പിണറായിയെ തോപ്പിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്തി മത്സരിപ്പിക്കുന്നിടത്താണ് ആ പാർട്ടിയുടെ വിജയം. ഇപ്പൊ ഇവിടെ അങ്ങനെയാണ് അതിന്റെ വിഷയം. ചില സ്ഥാനാർത്ഥികൾ വന്നാൽ പേടിക്കും മാത്രമേ ചിലപ്പോൾ വിജയിക്കുകയും ചെയ്യാം. ഇവിടെ CPMന് വേണ്ടത് എന്താണ്? നമ്മൾ CPMന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി 2 ടൈം ആയിട്ട് പോലും അവർക്ക് അവസരം കൊടുക്കുന്നു. എവിടെ? ഈ പേരാവൂർ ആരാ? KPCC പ്രസിഡന്റാ മത്സരിക്കുന്നത്. കണ്ണൂരിൽ പേരാവൂർ KPCC പ്രസിഡന്റ് മാറിയാൽ അവിടെ UDFന്റെ കാൻഡിഡേറ്റ് തോക്കും.
വേറെ ആരെയും നിർത്തി മത്സരിപ്പിച്ച് ആ സീറ്റ് പിടിക്കാൻ പറ്റത്തില്ല. CPM-ന്റെ കോട്ടെ അവിടെ പേരാവൂരിൽ കണ്ണൂരിൽ ഇമേജുള്ള ഈ ക്ലീൻ ഇമേജുള്ള ഷൈജല ടീച്ചറിനെ മത്സരിപ്പിക്കുന്ന പറഞ്ഞാൽ ആ സീറ്റ് പാർട്ടിക്ക് പിടിച്ചെടുക്കാനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റൂ. അപ്പോൾ ഒരു നല്ല കാൻഡിഡേറ്റിനെ ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു എന്ന രീതിയിൽ ചിന്തിക്കണം. ചിന്തിക്കണം. അത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ തന്നെയല്ലേ അതിന്റെ കാര്യം. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒതുക്കി എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം അവരെ MLA ആക്കുകയും മന്ത്രിയാക്കുകയും ചെയ്ത പാർട്ടി ഇതാ. കഴിഞ്ഞ പ്രാവശ്യം ഈ ടേൺ വ്യവസ്ഥ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ജനപ്രതിനിധി ആവാൻ സാധിക്കാതെ വരുമെന്ന് കണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവരെ ലോക്സഭ മത്സരിപ്പിച്ചു. എനിക്കറിയാം, ലോക്സഭ മത്സരിപ്പിച്ചു. ലോക്സഭയിൽ എന്തോ CPM-ന്റെ മോശമുള്ള സ്ഥലമാണത്. ഈ ഇമേജുള്ള ആൾ ലോക്സഭയിൽ അവരുടെ ഇമേജ് വെച്ച് ജയിച്ചു വരണ്ടേ? അവിടെ ചെന്ന് ഷാഫി പറമ്പിൽ അവരെ തോപ്പിച്ചിട്ട് പോകുന്നില്ലേ? അത് പാർട്ടിയുടെ കുഴപ്പമോ? അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ആക്ഷേപം പറയും. P. ജയരാജനെ പറ്റി പറയുന്നു. P. ജയരാജനെ മത്സരിപ്പിക്കുന്നില്ല, അല്ലെ അദ്ദേഹത്തെ ഒതുക്കി. സെക്രട്ടറിയിൽ എടുക്കാത്തതിന്റെ കാര്യം എനിക്കറിയത്തില്ല, ചിലപ്പം അതിനകത്ത് ഗ്രൂപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷേ P. ജയരാജനെ ഒതുക്കിയിട്ടുണ്ടോ ഇല്ല നമ്മൾ മനുഷ്യർക്ക്. അദ്ദേഹത്തെ എത്ര വട്ടം MLA ആക്കിയ പാർട്ടിയാ. പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തിന് ഇവിടെ വെളിയിൽ പറയുന്ന പോലെ അദ്ദേഹത്തെ ലോക്സഭ മത്സരിപ്പിച്ചില്ല. ഇതുപോലെ ലോക്സഭ മത്സരിപ്പിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമ ഇതിനകത്ത് 3 ടേം ഉണ്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിന്. അതായത് 9 കൊല്ലത്തിൽ കൂടുതൽ സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും ഒരു വ്യക്തിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ടേം കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ തെറിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മത്സരിച്ചത്. അല്ല, അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം കഴിയുമ്പോൾ അദ്ദേഹത്തിന് അതുപോലൊരു പോസ്റ്റ് ഇരുന്നോട്ടെ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടക്കും, അഴിമതിക്കാരനും മറ്റൊന്നും പറയും. അതിനുശേഷം വലിയ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആക്കിയ പുള്ളി. അപ്പം ഈ രീതിയിൽ പാർട്ടി പരിഗണിക്കുന്നുണ്ട് ആൾക്കാരെ എന്ന് നമ്മൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരം പിന്നെ മാധ്യമങ്ങൾ, മനോരമ പോലുള്ള മാധ്യമങ്ങളല്ലേ, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളല്ലേ, പിന്നെ ഇതിന്റെ കാര്യങ്ങൾ ഉള്ളിൽ കയറി അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇതിനപ്പുറം ചില ആൾക്കാരെ പരിഗണിക്കണം. പാർട്ടി സുധാകരനെ പരിഗണിച്ചു കഴിഞ്ഞാൽ കേരളം മൊത്തവും സുധാകരൻ വരുന്നത് കൊണ്ട് പാർട്ടിക്ക് ഹൈപ്പ് കിട്ടും, സ്ഥാനാർത്ഥികൾ ജയിക്കും. തോമസ് ഐസക്കിനെ പരിഗണിക്കും, ഹൈപ്പ് കിട്ടും, സ്ഥാനാർത്ഥികൾ ജയിക്കും. അതിനുശേഷം ശശിയെ പരിഗണിച്ചിട്ട് കാര്യമൊന്നുമില്ല. കോൺഗ്രസിനകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ അബദ്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാൻ ചെറുപ്പക്കാരനെതിരെ ആരോപണം വന്നിട്ട് ഈ ശശിയെ പിടിച്ച് അതിനകത്ത് വെച്ചാൽ ആ രാഹുലിനെതിരെയുള്ള ആരോപണം അല്ലെങ്കിൽ ആ പാർട്ടി മുഖം കഴുകി അല്ലെങ്കിൽ കൈ കഴുകി എന്നൊക്കെ പറയാൻ പറ്റുമോ? ആൾക്കാർ ഇപ്പോഴും പറയുന്നത് രാഹുലിനെ തിരിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത് രാഹുലിനെ മാറ്റി ശശിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ പാർട്ടിയുടെ കാര്യം തീർന്നു. അപ്പോൾ ഇതിനകത്ത് നാളെ ഒരു പക്ഷേ പിണറായി വിജയൻ ഇദ്ദേഹത്തെ കാണും. പിന്നെ വേറൊരു വലിയ കുഴപ്പമുണ്ട് ഇതിനകത്ത്. സുധാകരൻ ഒരു ആപ്പിലൂടെ ചാടിയിട്ടുണ്ട്. സാറേ, ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ശശി പോയി, VS-ന്റെ സെക്രട്ടറി പോയി, അല്ലെങ്കിൽ നമ്മുടെ പ്രേംകുമാർ പോയി. ആ നിലവാരമാണോ സുധാകരനുള്ളത്? ജനം കൊടുത്തിട്ടുള്ളത്, അംഗീകരിച്ചിട്ടുള്ളത്, മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളത്, പാർട്ടി കണ്ടിട്ടുള്ളത്? അപ്പൊ ഇവരുടെ കൂടെ സ്ഥാനാർത്ഥിയാവുന്നതിന് വേണ്ടി UDF-ലേക്ക് പോകുന്ന ഒരു സുധാകരൻ ഇമേജ് എവിടെ പോകും? മനസ്സിലാകുന്നുണ്ടോ? സുധാകരൻ ഒരു ആപ്പുണ്ട് ഇതിനകത്ത്, നമ്മൾ മനസ്സിലാക്കണം. സുധാകരൻ 40 വർഷത്തോളം CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായിട്ട് പ്രവർത്തിച്ചാണ്, മന്ത്രിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. ഇതെല്ലാം പദവി കിട്ടിയുള്ള ഒരാള് ഈ പ്രായത്തിൽ വീണ്ടും ഒരു MLA ആകാൻ വേണ്ടി പാർട്ടി മാറിപ്പോകുന്നു എന്നുള്ളൊരു നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കും. പക്ഷേ ഇവിടെ CPM-നുള്ളിലെ പടലപ്പടക്കം ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്ക് മുമ്പിൽ, പാർട്ടി പ്രവർത്തകർക്ക് മുമ്പിൽ തുറന്നു കാട്ടിയാലാണ് സുധാകരൻ മത്സരിക്കുന്നതെങ്കിൽ അത് ആലപ്പുഴയിലെ CPM-ന് വലിയ ദോഷം ഉണ്ടാക്കും. അത് ആലപ്പുഴയിലെ CPM-ന് വലിയ ദോഷം ഉണ്ടാവും. അവിടെ CPM ഈ പറയുന്ന പോലെ എത്ര അനുനയിപ്പിച്ചിട്ടും കേൾക്കാതെ ഈ സുധാകരൻ അപ്പുറത്ത് പോവുകയും സുധാകരൻ പരാജയപ്പെടുകയും ചെയ്താൽ സുധാകരൻ നമ്മളീ പറയുന്ന നമുക്ക് മരിക്കും വരെയുള്ള ഒരു ഇമേജ് ഉണ്ടേ, സഹാവെന്നുള്ളേ. മാത്രം അയാൾ അഴിമതിക്കാരനല്ല. അയാൾ പറയുന്നത് പോലെ എല്ലാ വകുപ്പിലും അദ്ദേഹത്തിന്റെ കാര്യശേഷി തെളിയിച്ചിട്ടുണ്ട്. അഴിമതിക്കാരനല്ലാത്തതുകൊണ്ട് ഈ നട്ടൽ നിവർത്തി നിൽക്കാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്. പക്ഷെ അതോടുകൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എത്ര അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും പാർട്ടിയെ സഹായിക്കാത്ത രീതി വന്നാൽ ഇപ്പം അവസാന ഇലക്ഷൻ വരെ നോക്കും. പിന്നെ ഇയാൾ അപ്പുറത്ത് പോയി അതോടുകൂടി പോയില്ലേ. CPM-നകത്ത് അങ്ങനത്തെ ഒരു വല്ലാത്ത പ്രശ്നമുണ്ട്. CPM അണികൾക്കും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതിനകത്ത് സുധാകരൻ എനിക്ക് തോന്നുന്നില്ല പോകുമെന്ന്, വേറെ പോയി മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ കാണുമ്പോൾ ഒരുപക്ഷെ പോയേക്കാം, ചില പ്രസ്താവനകൾ കാണുമ്പോൾ ഒരുപക്ഷെ BJP ചേർന്നേക്കാം. ഏതായാലും നാളെ പിണറായി വിജയൻ ഒരു ആലപ്പുഴ വരുന്നുണ്ട്. അദ്ദേഹം പിണറായി വിജയനെ കാണാൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആവശ്യപ്പെടുമോ സുധാകരനെ കാണാൻ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. സുധാകരനെ കാണാൻ പിണറായി വിജയൻ താല്പര്യപ്പെട്ടില്ലെങ്കിൽ അത് വീണ്ടും സുധാകരനെ പ്രകോപിപ്പിക്കും. സുധാകരൻ പ്രസ്താവന ഇറക്കും. പാർട്ടിക്ക് വലിയ തലവേദനയൊക്കെ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സുധാകരൻ വല്ലാത്തൊരു വെട്ടിലാണ് പിണറായി വിജയനും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.